ഒരിക്കൽ കൂടി വാരണാസിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാശി എന്നും ബനാറസ് എന്നും പല പേരുകളുള്ള സ്ഥലം. 2013 പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയ്ക്കിടയിലാണ് ആദ്യമായി കാശിയിലേക്ക് എത്തുന്നത്. പിന്നീട് 12 വർഷങ്ങൾക്കിടയിൽ 15 തവണ ഇവിടെ എത്തി. പ്രയാഗിലെ കുംഭമേളയോടനുബന്ധിച്ചാണ് ഇത്തവണയും ഇവിടേക്ക് എത്തിയത്. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇവിടേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരമില്ല. പക്ഷേ ഒന്ന് പറയാം, പുലർച്ചെ സൂര്യോദയം കണ്ടുകൊണ്ട് ഗംഗയുടെ ഒഴിഞ്ഞ പടവുകളിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ശാന്തത ജീവിതത്തിൽ ഒരിക്കലും മറ്റെവിടെ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇതുവരെ കണ്ട കാശിയല്ല ഇത്തവണ കണ്ടത്. സഞ്ചാരികളുടെ കുത്തൊഴുകിൽപ്പെട്ട് ശ്വാസം മുട്ടുന്ന വാരണാസിയാണ് ഇത്തവണ കണ്ടത്. ഇവിടെ നിന്നും 120 കിലോമീറ്റർ അകലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. കാശിയുടെ തെരുവുകളിലും ഗംഗയുടെ തീരങ്ങളിലുമെല്ലാം ജനപ്രവാഹമാണ്. അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജനം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസവും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഋഷികേശ് പോലെ തന്നെ ഒരു തീർത്ഥാടകനെയും വിനോദസഞ്ചാരിയെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന സ്ഥലമാണ് കാശി. നെറ്റിയിൽ ചാർത്തുന്ന സിന്ദൂരം മുതൽ ലക്ഷങ്ങൾ വില വരുന്ന ബനാറസ് പട്ടുസാരി വരെ, സ്ട്രീറ്റ് ഫുഡ് മുതൽ പിസ്സ ഹട്ടും സ്റ്റാർബക്സും വരെ, ബാങ്കും കഞ്ചാവും ഹാഷും മുതൽ മൾട്ടിപ്ലക്സുകളും ഷോപ്പിംഗ് മാളുകളും വരെ എല്ലാമുണ്ട് ഇവിടെ. വാരണാസിയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. രുദ്രാക്ഷങ്ങളും മാലകളും വിൽക്കുന്നവർ മുതൽ കർമ്മികളും പൂജാരികളും വരെ വിശ്വാസികളുടെ ഈ തിരക്ക് മുതലെടുക്കുന്നുണ്ട്. മരിച്ചുപോയവരുടെ മോക്ഷപ്രാപ്തിക്കായി കർമ്മം ചെയ്യുകയാണ് ഇവിടെ. മറ്റൊരിടത്ത് ബലികർമ്മത്തിന് 7000 രൂപ ആവശ്യപ്പെട്ട കർമ്മിയോട് തർക്കിക്കുന്ന വിശ്വാസിയെ കണ്ടു. അവസാനം വില പേശി അത് 5000-ൽ ഉറപ്പിക്കുന്നതും കണ്ടു. ഇവിടെ ഒരു ഹൈടെക് നാഗസന്യാസി ഇരിപ്പുണ്ട്. റെയ്ബാൻ ഗ്ലാസും റോളക്സിൻ്റെ വാച്ചും സ്മാർട്ട് ഫോണും എല്ലാം ഉണ്ട് കക്ഷിയുടെ കയ്യിൽ. വിദേശികളടക്കം ഒരുപാട് പേർ അനുഗ്രഹം വാങ്ങാൻ വരുന്നുണ്ട്. വരുന്നവർക്കെല്ലാം ഓരോ പഫും നൽകുന്നുണ്ട്. കക്ഷിയുടെ മുൻപിലിരിക്കുന്ന പെട്ടിയിൽ ബാങ്കും കഞ്ചാവും ചരസും മാത്രമല്ല, തമ്പാക്കും ഹാൻസും പാൻപരാക്കുമുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള ഭക്തരെയും സ്വാമിക്ക് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. കൊടുക്കുന്ന ദക്ഷിണയ്ക്കനുസരിച്ച് കിട്ടുന്ന പ്രസാദത്തിൻ്റെ മൂല്യം കൂടുകയോ കുറയുകയോ ചെയ്യും. ബാങ്കും കഞ്ചാവും ചരസുമെല്ലാം അത്രമേൽ സാധാരണമായ ഒരിടം. സ്ത്രീകളടക്കം ഒരുപാട് പേർ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങാൻ വരുന്നുണ്ട്. ദക്ഷിണ കൊടുക്കാതെ തന്നെ എനിക്ക് നേരെ നീട്ടിയ പ്രസാദം സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് ഞാൻ വേഗം സ്ഥലം വിട്ടു.
80ഓളം ഘാട്ടുകൾ വാരണാസിയിലുണ്ട്. ഏതാണ്ട് എല്ലാ ഘാട്ടുകളിലും നല്ല തിരക്കാണ്. നടന്നെത്തിയത് ഹരിശ്ചന്ദ്ര ഘാട്ടിലേക്കാണ്. താരതമ്യേന തിരക്ക് കുറഞ്ഞിടം. പല ദിക്കുകളിൽ നിന്നായി ദഹിപ്പിക്കാനായി മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ദഹിപ്പിക്കാനായി മൃതദേഹവുമായി എത്തിയ ബന്ധുക്കളല്ലാതെ വിശ്വാസികളും ഭക്തരും ഇവിടെ കുറവാണ്. എന്തിൻ്റെയൊക്കെ പിറകെ ഓടിയാലും എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും അവസാനം നീ ഒരു പിടി മണ്ണോ ചാരമോ ആയി തീരാനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇടം. അതുകൊണ്ട് തന്നെയാവാം ഇവിടെ തിരക്ക് കുറവാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. 3 കിലോമീറ്റർ നീളുന്ന ക്യൂ ആണ് ഇത്. കുംഭമേളയോട് അനുബന്ധിച്ചാണ് ഇത്രയും തിരക്ക്. ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകരിൽ നിന്നും എന്നെ മാത്രം വേർതിരിച്ചു നിർത്തുന്ന ഒന്നുണ്ട്. മാസ്കാണ് ആ സംഗതി. വിദേശികളടക്കം ഒരാൾ പോലും മാസ്ക് ധരിച്ചിട്ടില്ല എന്നത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. കോവിഡ് തടയാൻ മാത്രമാണ് മാസ്ക് ഉപയോഗിക്കുന്നത് എന്ന ധാരണ ഇപ്പോഴും ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. ഇവിടുത്തെ അന്തരീക്ഷവും വായുവും ജലവുമെല്ലാം അത്രമേൽ മലിനപ്പെട്ടിട്ടുണ്ട്. കാശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഗംഗ ആരതി. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ദശശ്വമേധ് ഘാട്ടിലാണ് ഇത് അരങ്ങേറുന്നത്. ഗംഗാമാതാവിനെ പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. കരയിലിരുന്ന് മാത്രമല്ല, ഗംഗാനദിയിൽ ബോട്ടുകളിലിരുന്നും ആളുകൾ ഇതിൽ പങ്കുകൊള്ളാറുണ്ട്. ഗംഗ ആരതിക്ക് മുൻപായി ഭജനയും പാട്ടുകളുമായി 5 മണിക്ക് തന്നെ വിശ്വാസികൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ശംഖുനാഥം മുഴക്കിയാണ് ഗംഗ ആരതി ആരംഭിക്കുന്നത്. ഗംഗോത്രി സേവാ സമിതിയാണ് ഇത് നടത്തുന്നത്. ഏഴ് പുരോഹിതന്മാർ ചേർന്ന് പല തട്ടുകളിലുള്ള വിളക്ക് കൈകളിലേന്തി ഗംഗയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ടാണ് ആരതി പൂജ നടത്തുന്നത്. ഏതാണ്ട് 45ഓളം മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ് ഗംഗ ആരതി. കാശിയിൽ മാത്രമല്ല, ഹരിദ്വാറിലും ഋഷികേശിലുമെല്ലാം ഗംഗ ആരതി കാണാം. സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് തണുപ്പ് കാലങ്ങളിൽ വൈകിട്ട് 6 മണിക്കും വേനൽക്കാലങ്ങളിൽ അത് 7 മണിക്കുമാണ് ആരംഭിക്കുക.
സ്വർഗത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായി കരുതപ്പെടുന്ന ഗംഗാനദിയെ പൂജിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്താൽ ഗംഗാമാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം. വാരാണസിയിൽ മാത്രം ഗംഗാനദി ഒഴുകുന്നത് വിപരീത ദിശയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗംഗാനദിയെ ഉത്തരവാഹിനി എന്ന് വിളിക്കുന്നു. ബനാറസിലെ തെരുവുകൾ വർണ്ണവിസ്മയങ്ങളാണ്. ബനാറസ് പട്ടുസാരികളാണ് അതിൻ്റെ പ്രധാന കാരണം. 200 രൂപയിൽ തുടങ്ങി ലക്ഷങ്ങൾ വില വരുന്ന ബനാറസ് പട്ടുസാരികൾ ഇവിടെ ലഭിക്കും. സാരികൾ മാത്രമല്ല, ആഭരണങ്ങളും കരകൗശല വസ്തുക്കളുമെല്ലാം ഇവിടുത്തെ തെരുവുകളിൽ സുലഭമാണ്. ഞാൻ ഒട്ടും തന്നെ ഭക്ഷണപ്രിയനല്ല എന്നത് ഓരോ സ്ഥലത്തെയും ഭക്ഷണ വൈവിധ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ എൻ്റെ പോരായ്മയാണ്. എങ്കിലും ലക്നൌവിലെ ബിരിയാണി പോലെ, മേഘാലയയിലെ മുളങ്കൂമ്പ് വിഭവങ്ങൾ പോലെ, ശ്രീനഗറിലെ കാശ്മീരി പുലാവ് പോലെ വാരണാസിയെ രുചി കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഒന്നുണ്ട്. അത് ഇവിടുത്തെ ലസ്സിയാണ്. 76 വ്യത്യസ്ത രുചികളിൽ ലസ്സി കിട്ടുന്ന വാരണാസിയിലെ ബ്ലൂ ലസ്സി ഷോപ്പിനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വിദേശികൾക്ക് മാത്രം പ്രവേശനമുള്ള ബാങ്ക് ലസ്സി ഷോപ്പുകളും വാരണാസിയിലുണ്ട്. ലസ്സി പോലെ തന്നെ പ്രശസ്തമായ മഖാൻ എന്ന ബട്ടർ വിഭവമാണ് ഇത്. ഇവിടുത്തെ ബ്ലൂ ലസ്സി ഷോപ്പും ബാബ ലസ്സി ഷോപ്പും എല്ലാം ആഗോള പ്രശസ്തമാണ്. കാശിയിലെത്തിയാൽ ഒരിക്കലെങ്കിലും ഇവിടുത്തെ ലസ്സിയുടെ രുചി പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. ഗംഗയുടെ തീരങ്ങൾ ആഘോഷത്തിൻ്റേത് കൂടെയാണ്. രാത്രികാലങ്ങളിൽ ഇതുപോലുള്ള ഗായക സംഘങ്ങൾ ഇവിടെ പതിവാണ്. കാശിയിൽ എത്തിയാൽ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ഒന്നുണ്ട്, ഇവിടുത്തെ സൂര്യോദയം. സാധാരണ സൂര്യോദയത്തിന് മുൻപ് തന്നെ ആളൊഴിഞ്ഞ ഏതെങ്കിലും പടവുകളിൽ ഞാൻ സ്ഥാനം പിടിക്കും. സാധാരണ ആ സമയത്ത് തിരക്ക് തീരെ ഉണ്ടാവാറില്ല. മിക്കവാറും ഞാൻ തനിച്ചായിരിക്കും. പക്ഷേ ഈ ദിവസങ്ങളിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഘാട്ടുകളിലെല്ലാം നല്ല തിരക്കാണ്. മോക്ഷപ്രാപ്തിക്കായി ഗംഗയിൽ മുങ്ങി നിവരുന്നവർ. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ജലത്തിൽ പതിക്കുന്ന സമയമാണ് ഗംഗാ സ്നാനത്തിന് ഏറ്റവും യോജിച്ച സമയം.
കുംഭമേളയിൽ പങ്കെടുക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഭൂരിഭാഗം ആളുകളും കാശിയിലേക്കും എത്തുന്നുണ്ട്. ഇന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ജനലക്ഷങ്ങളിൽ ഭൂരിഭാഗം പേരും താമസിക്കാൻ മുറിയെടുക്കാറില്ല. ഗംഗയുടെ തീരത്ത് ദിവസങ്ങളോളം താമസിച്ചിട്ടാവും അവർ തിരിച്ചു പോവുക. കുംഭമേള നടക്കുന്ന പ്രയാഗിൽ തീർത്ഥാടകർക്ക് ഉപയോഗിക്കാനായി താൽക്കാലിക ടോയ്ലറ്റുകൾ ധാരാളമുണ്ട്. പക്ഷേ കാശിയിൽ ദശസ്വമേധ് ഘാട്ട് മുതൽ അസിഘാട്ട് വരെയുള്ള 4 കിലോമീറ്റർ ദൂരത്തിൽ ആകെ 4 താൽക്കാലിക ടോയ്ലറ്റുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഈ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എവിടെയാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്? അന്വേഷിച്ചാൽ ഉത്തരം എഴുതുന്നത് ഗംഗയുടെ കരയിലേക്കാണ്. മനുഷ്യ വിസർജ്യം മാത്രമല്ല, മനുഷ്യൻ സൃഷ്ടിക്കുന്ന എല്ലാ മാലിന്യങ്ങളും ഗംഗയുടെ കരയിൽ കാണാം. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിൽ മഞ്ഞുരുകി പവിത്രമായ ഭഗീരഥി നദി ഉത്ഭവിക്കുന്നതും ഉത്തരാഖണ്ഡിലെ തന്നെ ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദയും ഭഗീരഥി നദിയും ചേർന്ന് ഗംഗയായി മാറുന്നതുമൊക്കെ കണ്ടിട്ടുള്ള ആർക്കും ഗംഗയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ സഹിക്കില്ല. വാരണാസിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള സാരനാഥിലേക്കാണ് അടുത്ത യാത്ര. ഗൗതമ ബുദ്ധൻ ബോധ്ഗയയിൽ നിന്നും ജ്ഞാനോദയം ലഭിച്ചതിന് ശേഷം ആദ്യമായി ധർമ്മ പ്രഭാഷണം നടത്തിയത് സാരനാഥിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഈ സ്ഥലം ബുദ്ധമതസ്ഥരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബുദ്ധൻ തൻ്റെ ആദ്യത്തെ 5 ശിഷ്യന്മാരെ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചത് ഇവിടെ വെച്ചാണ്. അങ്ങനെ ആദ്യത്തെ ബുദ്ധസംഘം നിലയിൽ വന്നത് സാരനാഥിലാണ്. ക്രിസ്തുവിന് മുൻപ് 528 ബുദ്ധൻ ഇവിടെ എത്തി ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. ബുദ്ധൻ്റെ ആദ്യ അധ്യാപന സ്ഥലത്ത് ഇന്നുള്ളത് വലിയൊരു സ്തൂപമാണ്. ധർമ്മചക്ര സ്തൂപമെന്നും ഡമേക് സ്തൂപമെന്നും ഇതറിയപ്പെടുന്നു. ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. (39 മീറ്റർ ഉയരവും 28 മീറ്റർ വ്യാസവുമുള്ള ശ്രദ്ധേയമായ ഘടനയാണ് ഇതിന്. ഇവിടെയുള്ള പുരാതന കാലത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നമ്മെ മറ്റൊരു കാലത്തേക്ക് കൊണ്ടുപോകും. ബുദ്ധൻ്റെ അപൂർവ പ്രതിമകളും അശോകസ്തംഭവും സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയവും ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയും ഇവിടെയുണ്ട്. ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. കാത്തിരിക്കൂ.